ഹായ്, നമ്മൾ എംബഡഡും ലിങ്ക്ഡ് സി എസ് എസ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇനി എംബഡഡ് ആണെങ്കിൽ ഇതാ ഞാനിവിടെ HTML ലാംഗ്വേജ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഞാൻ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഒരു പ്രാവശ്യം മതി. പിന്നെ ബോഡി ടാഗിന് ഞാൻ സ്റ്റൈൽ എന്നുള്ള ഒരു ടാഗ് ഉപയോഗിക്കണം. അതിനകത്ത് എല്ലാത്തിനുമുള്ള സ്റ്റൈൽ ഇവിടെ പറയുകയാണ്. ബോഡി എന്നുള്ള ക്ലാസ്, ഹെഡർ എന്നുള്ള ക്ലാസ്. ബോഡി എന്നുള്ളത് ആ ബോഡി ടാഗിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഹെഡർ എന്ന് പറയുന്നൊരു ക്ലാസ്, കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ്, പിന്നെ H1 എന്നുള്ള ഹെഡറിന് എങ്ങനെ വേണം, പാരഗ്രാഫ് എന്നുള്ളതിന് എങ്ങനെ വേണം, ഇമേജ് എന്നുള്ളൊരു ക്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം സ്റ്റൈലിൻ്റെ ഉള്ളിൽ കൊടുത്തു. എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഹെഡിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പറഞ്ഞു ഹെഡർ ക്ലാസ് ഈക്വൽ ടു ഹെഡർ, പി ക്ലാസ് ഈക്വൽ ടു കണ്ടൻറ്റ്. ബാക്കിയൊക്കെ സാധാരണ പോലെ എഴുതി. ഇനി ഇതെങ്ങനെ റൺ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇത് ഞാൻ ഇമേജ് എന്നുള്ള ക്ലാസ്സിന് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ നീങ്ങിയിട്ട് ഇവിടെ വന്നത്. മിഡിൽ വരാൻ കാരണം അതാണ്. ഇനി നമ്മൾ അപ്പോൾ ഈ ഇമേജ് എന്നുള്ള ക്ലാസ്സിന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വിഡ്ത്ത്, ഡിസ്പ്ലേ ബ്ലോക്ക്, മാർജിൻ 0 ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ. ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ലിങ്ക്ഡ് CSS ചെയ്യുമ്പോൾ ഈ സ്റ്റൈൽ കംപ്ലീറ്റ് ഒരു സെപ്പറേറ്റ് ഫയലിൽ കൊടുക്കണം. അതിൻ്റെ എക്സ്റ്റൻഷൻ കണ്ട .css എന്നാണ്. ഞാൻ style.css എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ബോഡി എന്നുള്ള ടാഗിന് എന്തൊക്കെ വേണമെന്ന് കൊടുത്തിട്ടുണ്ട്, H1 എന്നുള്ള ടാഗിന് എന്തൊക്കെ കൊടുക്കണമെന്നുണ്ട്, P എന്നുള്ള ടാഗിന് എന്തൊക്കെ കൊടുക്കണമെന്നുണ്ട്, കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫയലിനെ ലിങ്ക്ഡ് CSSുമായിട്ട് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ ആകെ ഒരു ലൈൻ എഴുതണമല്ലോ, അത് ഹെഡിൻ്റെ ഉള്ളിലാണ് എഴുതണത്. ലിങ്ക് റൽ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, ടൈപ്പ് ഈക്വൽ ടു അത് എഴുതണമെന്നല്ല, അത് അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഈ എഡിറ്ററിന് മനസ്സിലാവാനാണ്. CSS ആണ്. href ഈക്വൽ ടു style.css ആ ഫയൽ. ഇത് രണ്ടും ഈ ലിങ്ക്ഡ് CSSും സ്റ്റൈലും ഒരേ ഡയറക്ടറിയിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. href എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നാണ്. നമ്മളിത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ലിങ്ക്ഡ് CSS കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇനി വേറൊരു വ്യത്യാസവും ഇല്ല. സാധാരണ പോലെ നമ്മൾ ഇവിടെ ബോഡിയൊക്കെ വെറുതെ എഴുതിയിട്ടുള്ളൂ, നമ്മളൊരു ആട്രിബ്യൂട്ട്സ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വെബ് പേജ് പൂർണ്ണമായും ഫോർമാറ്റിംഗ് കണ്ടൻസിൽ നിന്നും വിമുക്തമാണ്. ഇവിടെ സാധാരണ പോലെയാണ് കൊടുത്തിരിക്കുന്നത്, ഇമേജ് കൊടുത്തിരിക്കുന്നു ലാസ്റ്റ്. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ എങ്ങനെ വരണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഈ പർട്ടിക്കുലർ കളറിൽ വന്നു. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബോഡിയിൽ ബാക്ക്ഗ്രൗണ്ട് കളറ് സിയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റൺ ചെയ്യണത്. ഓക്കെ.